കടലുണ്ടി പഞ്ചായത്തിലെ ചാലിയം പഴഞ്ചെണ്ണൂര് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് 2025 ഫെബ്രുവരി 11 മകര 29 ചൊവ്വാഴ്ച ആത്മീയ പ്രഭാഷണം യോഗാചാര്യൻ സുരേന്ദ്രനാഥ് ജി വരേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തൽക്കാലം വരാൻ സാധിക്കാത്തതുകൊണ്ട് താൽക്കാലികമായിട്ട് ലളിതാംബിക വിശ്വനാഥ് അവരാണ് അവതരിപ്പിച്ചത്. ആത്മീയ പ്രഭാഷണം. ഈ പ്രഭാഷണത്തിൽ കുറച്ച് ഭാഗം മാത്രം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കുറച്ച് ഭാഗം കേൾക്കാം. വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത്. പ്രഭാഷണം നല്ല പ്രഭാഷണമായിരുന്നു. മുഴുവൻ കാണിക്കാൻ പറ്റും. തൈപ്പൂയം. തൈ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? മകരമാസം. തൈ എന്ന് പറയുന്നത് ഒരു തമിഴ് വാക്കാണ്. മകരമാസത്തിന് തമിഴിൽ പറയുന്നതാണ് തൈമാസം. ഈ മകരപ്പൊങ്കൽ എന്ന് നമ്മൾ പറയും. മകരം 1, 2 ചെയ്യുന്നത് അത് തമിഴ്നാട്ടിൽ തൈപ്പൊങ്കൽ. അപ്പൊ ആ തൈമാസത്തിലെ പൂയം ദിവസം പൂർണ്ണചന്ദ്രനും പൂയ നക്ഷത്രവും കൂടെ ചേർന്ന് വരുന്ന പൗർണമി വരുന്ന പൂയ നക്ഷത്രം മകരമാസത്തിലെ തൈപ്പൂയം അതിവിപുലമായി ആഘോഷിക്കും തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് പഴനിമലയിലൊക്കെ. ആ തൈപ്പൂയ ഉത്സവം നമ്മുടെ കേരളത്തിലും നന്നായി നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ തൈപ്പൂയം. ആ ദിവസത്തിന്റെ പ്രത്യേകതയും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ക്ഷേത്ര ആരാധനാ സമ്പ്രദായവും ഭക്തിമാർഗത്തിലൂടെ എങ്ങനെ ഭഗവാനെ നമുക്ക് പ്രാപിക്കാം എന്നുള്ളതും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാരണം രുക്മിണി ദേവി കല്യാണത്തിനു മുമ്പ് ശ്രീ പാർവതി ദേവിയെ തൊഴുതിറങ്ങുന്ന ഭാഗങ്ങളൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ദ്വാപര യുഗത്തിൽ ക്ഷേത്ര ആരാധനാ സമ്പ്രദായവും യജ്ഞങ്ങളും വന്നു. അതിനുശേഷം വന്ന കലിയുഗത്തിൽ മുഖ്യമായ ആരാധനാ മാർഗം എന്ന് പറയുന്നത് ക്ഷേത്ര ആരാധന, പിന്നെ വ്രതാനുഷ്ഠാനങ്ങൾ, നാമജപം, സത്സംഗം, പുരാണ ഗ്രന്ഥ പാരായണം, അങ്ങനെ 5 മാർഗങ്ങളാണ് പറയുന്നത്. ഈ 5 മാർഗങ്ങൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിലാണ് നമുക്ക് പ്രധാനമായും സത്സംഗങ്ങൾ നടക്കുക. ഇതൊരു സത്സംഗമാണ്. ഇവിടെ ക്ഷേത്രമാണ്, ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് സത്സംഗം. വ്രതാനുഷ്ഠാനം, തൈപ്പൂയം ഒരു വ്രതം തന്നെയാണ്. കാർത്തിക വ്രതമുണ്ട്. നമുക്ക് അനവധി വ്രതങ്ങളുണ്ട്. വ്രതങ്ങൾ പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന വ്രതങ്ങളുണ്ട്, മാസത്തിൽ ഒരിക്കൽ വരുന്ന വ്രതങ്ങളുണ്ട്, ആഴ്ചകളിൽ വരുന്ന വ്രതങ്ങളുണ്ട്, വർഷത്തിൽ ഒരിക്കൽ വരുന്ന വ്രതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശിവരാത്രി. ഇനി വരാൻ പോകുന്ന വ്രതം ശിവരാത്രി വ്രതം വളരെ വിശേഷമാണ്. പിന്നെ വരുന്നത് നവരാത്രി വ്രതം വളരെ വിശേഷപ്പെട്ടതാണ്. നവരാത്രിക്ക് മുന്നേ വരുന്നതാണ് ഭഗവാന്റെ വിനായകന്റെ ഗണേശ ചതുർത്ഥി, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടമിരോഹിണി ജന്മാഷ്ടമി വ്രതം. ഇങ്ങനെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന സ്കന്ദഷഷ്ടി വ്രതം. ഇതൊക്കെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന വ്രതങ്ങളാണ്. പിന്നെ മാസത്തിൽ വരുന്ന വ്രതങ്ങളിൽ ഷഷ്ടി വ്രതം. എല്ലാ മാസവും വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി വളരെ വിശേഷമാണ്. ഷഷ്ടി വ്രതം, പ്രദോഷ വ്രതം, ഇതൊക്കെ സങ്കടഹര ചതുർത്ഥി, പൗർണമി, അമാവാസി, ഇതൊക്കെ വ്രതങ്ങൾ എടുക്കേണ്ടതാണ് എല്ലാ മാസത്തിലും. പിന്നെ ആഴ്ചകൾ പറയുകയാണെങ്കിൽ എല്ലാ ആഴ്ചയും വ്രതത്തിന് ഉത്തമം. തിങ്കളാഴ്ച സോമവാര വ്രതം ഉമാമഹേശ്വര പ്രീതിക്കായി, നെടുമംഗല്യത്തിനും മംഗല്യഭാഗ്യത്തിനും. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമി പ്രീതിക്കായി. ഈ ചൊവ്വാദശിയൊക്കെ ഉള്ളവരും ജാതകവശാൽ ചൊവ്വ ശരിയായ സ്ഥാനത്തല്ല എങ്കിലൊക്കെ ചൊവ്വാഴ്ച വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി നമ്മൾ പ്രാർത്ഥിക്കാം. ബുധനാഴ്ച ശ്രീകൃഷ്ണ ഭഗവാനും സരസ്വതി ദേവിയുടെ പ്രീതിക്കും, വ്യാഴാഴ്ച ഗുരുവായൂരപ്പ സ്വാമിയുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രീതിക്ക്, വെള്ളിയാഴ്ച ഗണപതി സ്വാമിയുടെ ദുർഗാദേവിയുടെ ഒക്കെ പ്രീതിക്ക്, ശനിയാഴ്ച ശിവനും അയ്യപ്പ സ്വാമിയുടെയും പ്രീതിക്ക്. ശനിദശയൊക്കെ അനുഭവിക്കുന്നവർ ശനിയാഴ്ച വ്രതം എടുക്കണം. അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം കഴിപ്പിക്കുക. അങ്ങനെയൊക്കെയുണ്ട്. ഞായറാഴ്ച എല്ലാ ദേവീദേവന്മാർക്കും പ്രധാനമാണ്. അപ്പൊ നമുക്ക് വ്രതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എല്ലാ വ്രതങ്ങൾക്കും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തിയാണ്
വ്രതം പൂർത്തീകരിക്കുകയും ചെയ്യാം. അപ്പോൾ ക്ഷേത്ര ദർശനവും വ്രതങ്ങളും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് സത്സംഗം. ക്ഷേത്രത്തിലാണ് സത്സംഗത്തിന് ഏറ്റവും നല്ല സ്ഥലം. പിന്നെ പുരാണ ഗ്രന്ഥ പാരായണം. നമ്മള് കർക്കിടക മാസത്തിൽ രാമായണം വായനയുണ്ട് അല്ലേ? വീട്ടിൽ വായിക്കും, കൂടാതെ ക്ഷേത്രങ്ങളിൽ വായിക്കും. പിന്നെ മിക്ക ക്ഷേത്രങ്ങളിലും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നുണ്ട്. ഇതൊക്കെ പുരാണ ഗ്രന്ഥ പാരായണമാണ്. ഇതൊക്കെ ശ്രവിക്കുക. എവിടെ എവിടെ സപ്താഹങ്ങളുണ്ടോ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ട് സപ്താഹം ശ്രവിക്കണം. കോടി ജന്മ പുണ്യമുണ്ടെങ്കിലേ നമുക്കൊരു സപ്താഹത്തിൽ ഒരു നേരമെങ്കിലും എത്തിപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെ പുരാണ ഗ്രന്ഥ പാരായണം, വാൽമീകി രാമായണം, അനേകം പുരാണ ഗ്രന്ഥങ്ങളുണ്ട്. ദേവി മാഹാത്മ്യം, ദേവി ഭാഗവതം, പറഞ്ഞാൽ ഒടുങ്ങാത്തത്ര പുരാണങ്ങളുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പുരാണമാണ് സ്കാന്ദ പുരാണം. ആ സ്കാന്ദ പുരാണമാണ് ഏറ്റവും ബൃഹത്തായ പുരാണം, 18 പുരാണങ്ങളിൽ. അങ്ങനെ അനേകം പുരാണങ്ങളുണ്ട്. ആ പുരാണ ഗ്രന്ഥ പാരായണം നിത്യവും കുറച്ചു നേരമെങ്കിലും എന്തെങ്കിലും വായിക്കണം. എന്തെങ്കിലും വായിക്കുക പറഞ്ഞാൽ എന്തെങ്കിലും അല്ല കേട്ടോ, എന്തെങ്കിലും പുരാണ ഗ്രന്ഥ പാരായണം. കുറച്ച് അധ്യാത്മരാമായണം കുറച്ച് വായിക്കുക, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം ഒരധ്യായം വായിക്കുക. ഭഗവത്ഗീത അത് ഏറ്റവും പ്രധാനമല്ലേ? ഭഗവത്ഗീത ഭഗവാന്റെ വാക്കുകളാണ്. കലിയുഗത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരെ ഉദ്ധരിക്കാനായി ഭഗവാൻ അർജുനനെ ആക്കിക്കൊണ്ട് ഉപദേശിച്ചാണ് ശ്രീമദ് ഭഗവത്ഗീത. അത് വായിക്കുക. ഇതൊക്കെ നമുക്ക് നിത്യവും വായിക്കാം. പിന്നെ നിത്യവും സഹസ്രനാമ സ്തോത്രം, ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം, ശ്രീ സുബ്രഹ്മണ്യ സഹസ്രനാമ സ്തോത്രം, ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗം, സ്കന്ദഷഷ്ടി കവചം, ഇതൊക്കെ നിത്യം പാരായണം ചെയ്യാം. ചൊവ്വാഴ്ച തോറും സ്കന്ദഷഷ്ടി കവചം പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അങ്ങനെ പാരായണം ചെയ്യേണ്ട. അപ്പൊ പുരാണ ഗ്രന്ഥ പാരായണം, വ്രതങ്ങൾ, നാമജപം, ക്ഷേത്രങ്ങളിൽ നാമം ജപിക്കുക. സന്ധ്യ നേരത്തെ ദീപാരാധനയ്ക്ക് മുന്നേ വന്ന് എല്ലാവരും കൂടിയിരുന്ന് നാമം ജപിക്കുക. കാരണം കൂടിയിരുന്ന് ജപിക്കുമ്പോൾ ഫലം കൂടുതലാണ്. ഐക്യമത്യം മഹാബലം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ സംശയം ഉണ്ടാവും പലർക്കും. നിങ്ങൾക്ക് ഉണ്ടോന്നല്ല പറയണേ, പൊതുവെ പലർക്കും സംശയം ഉണ്ടാവും. എന്താ ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റില്ലേ? നാമം വീട്ടിലും ജപിച്ചൂടെ? പുരാണ ഗ്രന്ഥങ്ങൾ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യാൻ പറ്റില്ലേ? സത്സംഗം യൂട്യൂബ് ഉണ്ട്, എത്ര വേണമെങ്കിലും സത്സംഗം യൂട്യൂബിൽ കേട്ടുകൂടെ എന്നൊക്കെ ചോദിച്ച. വ്രതം എടുക്കാനും വീട്ടിൽ നിന്ന് പൂജാമുറിയിൽ നിന്ന് പാരായണം കഴിച്ചപ്പോരെ മതി ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ വെച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഓരോരുത്തരുടെ അനുഭവം വെച്ച് നോക്കിയാൽ മതി. പൊതുവെ എന്ന് പറയുമ്പോൾ ഗൃഹം എന്നത് ക്ഷേത്രത്തിൽ നിന്നും വളരെ വ്യത്യാസമാണ്. എന്താ കാരണം? ഗൃഹം എന്ന് പറയുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ വീടുണ്ട് അല്ലേ? ആ നമുക്ക് അപ്പൊ നമ്മൾ എന്ന് വന്നു. ഗൃഹം എന്ന് പറയുമ്പോ എന്റെ വീട്. ഈ ആധ്യാത്മികമായ പാതയിൽ പോകുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട 2 കാരണങ്ങളാണ് ഞാൻ, എന്റേത് എന്നത്. എന്റെ ഗുരുനാഥൻ പറയും ഐ ആൻഡ് മൈൻ. അതിനെ വെട്ടിയ പ്രശ്നങ്ങൾ തീർന്നു എന്ന്. പക്ഷെ അതിനെ നമുക്ക് വെട്ടാൻ പറ്റുമോ? അയ്യൻ മൈൻ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സന്യാസികളായി. അയ്യൻ മൈൻ വെട്ടാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പറ്റുകയില്ല. അപ്പൊ കുറച്ചു നേരമെങ്കിലും ഈ അയ്യൻ മൈൻ വെട്ടാനാണ് അമ്പലത്തിലേക്ക് വരണത്. വീട്ടിലിരുന്ന് ഉദാഹരണം പറയാം. വീട്ടിൽ വൈകുന്നേരം വിളക്ക് കൊളുത്തി വെച്ചിട്ട് നമ്മൾ നാമം ജപിക്കാൻ ഇരുന്നു വിചാരിക്കുക. വീട്ടിലിരുന്നാലും ജപിക്കാം എന്ന്